ഹായ് കൂട്ടുകാരെ, ടെക്നോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ഉരുളൻകിഴങ്ങ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിൽ നിന്നും കോരി മാറ്റി ചൂടാറാനായി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം. ഒരു 4 അല്ലി വെളുത്തുള്ളി, വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കുക. ഒരു 2 ടീസ്പൂൺ സുർക്ക, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തുള്ളത്. ഇത് കുറേശ്ശെ ചേർത്ത് വീണ്ടും അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ മയോണൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റിലുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണക്കാതിലും കുട്ടികൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്. ഞാനിതാ ഇവിടെ മയോണൈസ് വെച്ചിട്ടുള്ള ബ്രെഡ് തിന്നാൻ പോവാണ്. വാ, നല്ല അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉണ്ടാക്കിയിട്ട്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വരുന്നേരം എല്ലാവർക്കും ബായ്.